ഒരിക്കലും ഒരു വിദ്യാഭ്യാസ മന്ത്രി അവൻ അല്ലെങ്കിൽ ഇവൻ എന്ന് നമ്മൾ വിശേഷണം ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ അയാളൊരു റെസ്പെക്റ്റഡ് പോസ്റ്റിലിരിക്കുന്ന ഒരു ബഹുമാന വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ഒരിക്കലും പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ പറയേണ്ട ഒരു ഇതില്ല. കാരണം ഇത്രയും നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിക്ക് യോഗ്യത ഇല്ല എന്ന് പറയേണ്ട ഒരു കാര്യം ഇത്രയും ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന നേതാവിന് പറയാൻ പാടില്ലാത്തതാണ്. ഒരാളെ കുറിച്ച് ആ ആൾക്കാവാൻ വേണ്ടി കുറ്റം പറയണത് അത് നല്ല കാര്യമല്ല. ആ ആള് ഒരു പൊസിഷനിൽ ഇരിക്കുകയല്ലേ, അപ്പൊ ഈ ആൾ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും? ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ കലോത്സവത്തിനാണെങ്കിലും ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ട് കലോത്സവം അന്ന് വി.ഡി. സതീശൻ ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ആ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞ് നല്ല ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. വിനോദയാത്രകളിൽ പോകുമ്പോഴേക്കും ഒരു കുട്ടി പോലും പൈസ ഇല്ല എന്നുള്ളൊരു പേരിൽ പോകാതിരിക്കരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് രാവിലെ നടത്തിയ പ്രസ്താവന നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ പഠിച്ചൊരു ഗവൺമെന്റ് സ്കൂളാണ്. ആ സ്കൂളല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. പറയുന്നവർക്ക് എന്തും പറയാം, പക്ഷെ നമ്മൾ കാണുന്നത് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മളൊക്കെ നോക്കി കാണുകയാണ് ഈ കാര്യങ്ങളൊക്കെ. വിദ്യാർത്ഥികളെ മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു നേതാവാണ് വി ശിവൻകുട്ടി സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ച് പ്രതിപക്ഷ നേതാവ് അഭിസംബോധന ചെയ്യുകയുണ്ടായി. അത് ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ നിലപാട്. നമ്മളിപ്പോൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. ഇപ്പോൾ ശിവൻകുട്ടി സാർ എങ്ങനെയാണെന്ന് ചിലപ്പോൾ മൊത്തത്തിൽ അറിയാൻ പാടില്ലായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പറയണത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ നമ്മളെല്ലാവരും കൂടി നിന്ന് എതിർക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരാളുടെ നല്ല ക്വാളിറ്റീസ് അടിച്ചമർത്തിയിട്ട് പക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ശിവൻകുട്ടി സാർ നമുക്ക് എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രസക്തമായി പറയേണ്ട കാര്യങ്ങൾ.